ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ നെസ്റ്റോന്ന് വാങ്ങിച്ച എയർ ഫ്രയർ ഒന്ന് ടെസ്റ്റ് അടിക്കാൻ പോവുക കേട്ടോ. വീട്ടിലെത്തിയ ഉടനെ തന്നെ ശ്രുതിക്കത് ചെയ്യണമെന്ന് നിർബന്ധം. അപ്പോൾ ആളെന്നെ വേഗം വന്നിട്ട് അൺബോക്സ് ഒക്കെ ചെയ്തു. അതിൽ ഓരോ ഐറ്റംസൊക്കെ നോക്കി, പിന്നെ ഇൻസ്ട്രക്ഷൻസ് നമ്മൾ നോക്കിയിട്ട് വേണം ചെയ്യാനെന്നുള്ള പ്രത്യേകം അവർ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളത് അൺബോക്സ് ചെയ്തിട്ട് പ്ലഗൊക്കെ ചെയ്യാൻ പാകത്തിന് സ്ലാബുമ്പോൾ തന്നെ കേട്ടോ വെച്ചത്. അതിൻ്റെ ഇടയിൽ ആമിക്കുട്ടി വന്നിട്ട് ജ്യൂസൊക്കെ ചോദിക്കുന്നുണ്ട്. ശ്രുതി പറയുന്നത് നമുക്കിത് നല്ല ഉപകാരമുള്ളൊരു സംഭവമാണെന്നാണ്. ഓയിലൊന്നും തീരില്ല, നമുക്ക് എല്ലാ ടൈപ്പ് ഫ്രൈസ് ഒക്കെ ഇതിനകത്ത് ചെയ്യാമെന്നുള്ളത്. അപ്പം നമ്മളതിന് ടെസ്റ്റ് അടിക്കാൻ ഫ്രഞ്ച് ഫ്രൈസ് അവിടെ നിന്ന് തന്നെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അത് നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കുകയാണ്. ഇത് നമ്മുടെ നോൺ സ്റ്റിക്ക് പാത്രങ്ങളുടെ ഒക്കെ ഒരു കൂട്ടന്നെയാണെന്നാണ് എനിക്ക് തോന്നിയത് കേട്ടോ. കണ്ടപ്പോൾ ഞങ്ങളതൊന്ന് വാഷ് ചെയ്തപ്പോൾ ചേമ്പിൻ്റെ ഇലയിൽ വെള്ളം വീണ പോലെ ഇങ്ങനെ തുള്ളി തുള്ളിയായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ എനിക്ക് തോന്നി അങ്ങോട്ട് വെള്ളം തട്ടുന്നില്ല കേട്ടോ. അങ്ങനെ ശ്രുതി ഒരു തുണി എടുത്തുകൊണ്ട് വന്നിട്ട് അതൊക്കെ നന്നായി തുടച്ച് വൃത്തിയാക്കി അതിലേക്ക് പിന്നെ ഒരു എന്താ പറയുക ഗ്രില്ലിൻ്റെ ഒരു റൗണ്ട് ഷേപ്പിലുള്ളൊരു സംഭവം ഉണ്ട്, അതിന് എന്താ പറയാമെന്ന് എനിക്കറിയില്ല. അത് ഫിക്സ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ എന്ത് ഫുഡ് ഐറ്റംസ് ആണെങ്കിലും അതിലേക്ക് വെക്കേണ്ടത്. ഇത് വെച്ചിട്ട് അത് യൂസ് ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെ അതിലേക്ക് ഞങ്ങൾ ഫ്രഞ്ച് ഫ്രൈസ് ഇടുകയാണ്. അപ്പോൾ ഇതിന് വേണ്ടി ഞാനൊരു യൂട്യൂബ് വീഡിയോ റെഫർ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് 300 ഗ്രാം അല്ലെങ്കിൽ 250 ഗ്രാം ഫ്രഞ്ച് ഫ്രൈസ് നമ്മൾ 15 മിനിറ്റ് ആണ് സെറ്റ് ചെയ്യേണ്ട ടൈം. അത് 200 ആണ് അതിൻ്റെ ചൂട് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ചെയ്യാൻ പോവുകയാണ് കേട്ടോ. ഇത് ഓൾറെഡി അറിയുന്നവർക്ക് വേണ്ടിയിട്ടല്ല കേട്ടോ ഞാൻ ഈ പറയുന്നത്, ഒന്നും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ 200 ഡിഗ്രി അത് ചൂട് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ 15 മിനിറ്റ് അതും സെറ്റ് ചെയ്തു കേട്ടോ. അങ്ങനെ ശ്രുതി അതിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഇവിടെ ആമിക്കുട്ടി കാത്ത് നിൽക്കുന്നുണ്ട്. അവൾക്ക് മനസ്സിലായിട്ടുണ്ട് ഫ്രഞ്ച് ഫ്രൈസാണ് നമ്മൾ ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ ഒരു പ്ലേറ്റിലേക്ക് ഞാനൊരു ഹാർട്ട് അങ്ങോട്ട് വരച്ചു കേട്ടോ. അത് കണ്ടപ്പോൾ ശ്രുതിക്ക് ഒരു ഹാർട്ട് വരയ്ക്കണം എന്നിട്ട് ശ്രുതി വരച്ച ഹാർട്ടാണ് നിങ്ങളിപ്പോൾ കണ്ടത്. നല്ല ഭംഗിയുണ്ടല്ലേ. അവൻ വിചാരിച്ചു അത് ഇങ്ങനെ ഫ്ലെക്സിബിളായിരിക്കുമെന്ന്. അങ്ങനെ ആവിക്കുട്ടി ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ആ വെയിറ്റ് ചെയ്യുന്ന നേരം കൊണ്ട് ഞങ്ങൾക്കൊരു വാട്ടർ മെലണൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോൾ പകുതിയോളം ടൈമായിട്ടോ, 15 മിനിറ്റ് 6 മിനിറ്റ് ആയിട്ടുണ്ട്. അങ്ങനെ കുറച്ച് നേരം കൂടി വെയിറ്റ് ചെയ്യാൻ നമ്മൾ ലൈറ്റാവും. ആമിക്കുട്ടിക്കാണെങ്കിൽ ഈ മുള്ളില്ലാണ്ട് വാട്ടർ മെലൺ കഴിക്കാൻ പറ്റില്ല. അവൾക്കാണെങ്കിൽ കഴിക്കാൻ അറിയില്ല. അപ്പോൾ അവളതിങ്ങനെ അതിലേക്ക് ഫിക്സ് ചെയ്ത് കൊടുത്തിട്ടാണ് എപ്പോഴും കഴിക്കാറ്. അങ്ങനെ നമ്മൾ ഐറ്റം റെഡി ആയിട്ടോ. ടൈമൊക്കെ ഏകദേശം കഴിഞ്ഞ് ശ്രുതി അത് എടുക്കാൻ പോട്ടെ. അതിലേക്ക് തട്ടുമ്പോൾ തന്നെ ദോശയില്ലടാ, ഫ്രഞ്ച് ഫ്രൈസ് ആണ്. പൊട്ടേറ്റോ. അപ്പൊ അവിടുന്ന് ഇവിടുന്ന് വിളിച്ചണോന്ന് ബാഷ്പീകരണം നടക്കുമ്പോൾ ജലധാരകൾ ചെറുതായിട്ടുണ്ടോ? ചൂടുണ്ടടാ പൊന്നോ. എങ്ങനെയുണ്ട് ആമി? എങ്ങനെയുണ്ടാ? എങ്ങനെയുണ്ട് കുഞ്ഞാ? പറ, എന്താ പറ? പൊട്ടറ്റോ എങ്ങനെയുണ്ട്? ടേസ്റ്റ് ഉണ്ടോ? അത് പറ. എന്നാ സൂപ്പർ പറയണ്ടേ, യമ്മി പറയണ്ടേ? അപ്പോൾ നമ്മുടെ മച്ചാൻ അടിപൊളി കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമായി ഫ്രഞ്ച് ഫ്രൈസ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ.